യാത്രകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുപാട് കഥകളുണ്ടാവില്ലേ പറയാനായിട്ട്. നമ്മളെ ഈ യാത്രയ്ക്ക് ഇത്തിരി മധുരം കുറവാണ്. നമ്മളെ കാക്കാൻ്റെ ലീവൊക്കെ കഴിഞ്ഞ് കാക്ക തിരിച്ചു പോവുകയാണ്. അപ്പോൾ കാക്കാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ എയർപോർട്ടിൽ പോവാണ് കേട്ടോ. എല്ലാ പ്രവാസികളെ പോലെ തന്നെ കാക്കാക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആളിന്ന് നല്ല സൈലൻ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. ഈ ഒരു കുറച്ച് നേരത്തെ ടെൻഷനും സങ്കടങ്ങൾക്കൊടുവിൽ നമ്മൾ മൂവ് ഓൺ ആവും. ഏതായാലും നമ്മളെ മക്കൾസൊക്കെ ഓരോ ഗെയിംസിൽ എൻഗേജ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. നമ്മളിതാ എയർപോർട്ടെത്തി. നമ്മൾ ഈ ഗേറ്റ് കയറിയതും നമ്മൾ മക്കൾസൊക്കെ ഓരോരുത്തരായിട്ട് സൈലൻ്റ് ആവാൻ തുടങ്ങി കേട്ടോ. നമ്മളെ ലൈഫിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ലല്ലോ. കുറച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം കൂടി ചേർന്നാണല്ലോ ലൈഫ്. ഏതായാലും ഞങ്ങൾ എയർപോർട്ടിനകത്ത് കയറി കേട്ടോ. സാധാരണ കാക്കാനെ കൊണ്ടുവരാനോ കൊണ്ടാക്കാനോ ആരും പോവാറില്ല. കാക്കാൻ്റെ വരവും പോക്കൊക്കെ സർപ്രൈസാണ്. സത്യത്തിൽ കാക്ക വന്ന് കയറുമ്പോഴാണ് കാക്ക നാട്ടിലെത്തിയെന്ന് നമ്മളറിയാറ്. ഞങ്ങളാരും എയർപോർട്ടിൽ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് വേറൊന്നുമല്ല, കാക്കാക്ക് ഇഷ്ടമല്ല. പിന്നെ പൊട്ടാറായ ഡാം കണക്കായിരുന്നു വണ്ടിയിലുള്ളവരുടെ അവസ്ഥയും. കാക്ക ഇറങ്ങി ബാഗൊക്കെ എടുത്ത് കുട്ടികൾക്ക് സലാമൊക്കെ കൊടുത്ത് കാക്ക നടന്നു കേട്ടോ. പിന്നാൾ തിരിഞ്ഞുകൂടെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കാക്കാനെ യാത്രയാക്കി ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. അത്രയും സമയം കുത്തിമറിഞ്ഞ് ബഹളം വെച്ച് നമ്മളെ പാത്തുന് ഗേറ്റൊക്കെ കടന്ന് കുറച്ച് എത്തിയപ്പോഴാണ് റിയാലിറ്റി മനസ്സിലായത്. പിന്നെ ആൾ വീടെത്തും വരെ സൈലൻ്റ് ആയിരുന്നു. ഉറക്കാൻ ശ്രമിച്ചെങ്കിലും ആൾ ഉറങ്ങിയതുമില്ല. സത്യം പറഞ്ഞാൽ പാത്തുനെ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. പാത്ത് മാത്രമല്ല, നമ്മൾ ബാക്കിലിരിക്കുന്ന കാക്കാരും താത്താരും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഏതായാലും വീടെത്തും വരെ വണ്ടിയിലുള്ള ആൾക്കാരൊക്കെ നല്ല സൈലൻ്റ് ആയിരുന്നു. ഏതായാലും കാക്ക ഇവിടെ എത്തി 2 ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് എത്തിയ വീഡിയോ ആയിരുന്നു. ഇപ്പോൾ കാക്കയും കുട്ടികളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി.